നമുക്കൊരു കോട്ടയം സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കിയാലോ? അതിനായി ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുകും ഉലുവയും കൂടെ ചേർത്ത് രണ്ടും കൂടെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ച് വെച്ചിരുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് എല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നീട് നമ്മൾ ഈ കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഓഫ് സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുത്തതാണ് ഈ കൂട്ട്. ഈ കൂട്ടും കൂടെ നമ്മൾ ചട്ടിയിലേക്ക് ആഡ് ചെയ്യണം. ഈ പൊടികളുടെ എല്ലാത്തിനെയും ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഇത്. അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കറിക്ക് വേണ്ട അത്രയും വെള്ളവും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. പിന്നീട് നമ്മൾ 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. തിള വന്നതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു 20-25 മിനിറ്റ്സ് നമ്മൾക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് മുകളിലേക്കൊന്ന് തൂകാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.